ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ മേരിക്കുട്ടിമാമയുടെ ജീവിതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. 82 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും നന്ദിയോടും ദൈവിക ആരാധനയോടും കൂടെ നിലനിൽക്കുവാനായിട്ട് പ്രിയ അമ്മാമയ്ക്ക് ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മേരിക്കുട്ടിമാമയുടെ വേർപാട് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ശാരീരികമായ പ്രയാസങ്ങളും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മാമയ്ക്ക് ഈ വർഷം ജൂലൈ മാസത്തിൽ നാട്ടിൽ വരുവാനും കുഴിക്കാലയിലുള്ള സ്വന്തം ഭവനത്തിൽ വന്ന് ഏകദേശം 20 ദിവസത്തോളം താമസിക്കുവാനും ദൈവം കൃപ ചെയ്തു. തീർച്ചയായിട്ടും ആ സന്തോഷ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ജോണിച്ചാനെയും അമ്മാമ്മയും സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ, അതുപോലെ തന്നെ സ്വന്തം പള്ളി, കുടുംബാംഗങ്ങൾ ഇതൊക്കെ വളരെ പ്രാധാന്യം ഉള്ള വ്യക്തിത്വങ്ങളായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പ്രിയ ജോണിച്ചാന്റെ വേർപാടിന് ശേഷം അമ്മാമയ്ക്കും കുടുംബത്തിനും നാട്ടിൽ വരുവാനായിട്ട് സാധിച്ചത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ജൂലൈ മാസം നാട്ടിൽ വന്നപ്പോൾ അമ്മാമയെ നേരിൽ കാണുവാനും ആ വിലയേറിയ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കുവാനും സാധ്യമായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായിട്ടും എപ്പോഴും പുഞ്ചിരിക്കുന്ന അമ്മാമയുടെ ആ മുഖം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. എങ്കിലും ദൈവഹിതപ്രകാരം ദൈവം കൊടുത്തതായിട്ടുള്ള ആയുസ് അമ്മാമയ്ക്ക് ഈ ലോകത്തില് സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നല്ല മാതൃകയോടുകൂടെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് അമ്മാമ്മ ഒരു ടോട്ടൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ജോണിച്ചാനെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുകയും എല്ലാ കാര്യത്തിലും അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, ആ ബോണ്ടിങ് എത്ര വലിയതായിരുന്നു എന്ന് ജോണിച്ചാന്റെ മരണശേഷമാണ് അറിയുവാനായിട്ട് സാധിച്ചത്. വേദനയുടെയും നിരാശയുടെയും ഒക്കെ അനുഭവങ്ങളിലും ദൈവത്തില് ബലപ്പെട്ടുകൊണ്ട് നിൽക്കുവാനായിട്ട് അമ്മാമ്മയ്ക്ക് സാധിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അമേരിക്കയിൽ വാട്സപ്പിലൂടെ കോൾ ചെയ്യുവാനും അമ്മാമ്മയോട് സംസാരിക്കുവാനും ഒക്കെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ അനുഭവങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അമ്മാമ്മയുടെ വേർപാട് ആ കുടുംബത്തിന് മാത്രമല്ല, കുഴിക്കാല സെന്റ് മേരീസ് ഇടവയ്ക്കും ഒരു വലിയ നഷ്ടം തന്നെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുവാനും പങ്കുവെക്കുവാനും ഒക്കെ ഉള്ളതായ വലിയ മനസ്സിന് ഉടമയായ ഒരു വ്യക്തിത്വം, സഭയുടെ കാര്യത്തിനും ആവശ്യങ്ങൾക്കും എല്ലാം കൈയച്ച് സഹായിക്കുന്നതായിട്ടുള്ള ആ ഒരു ഉത്സാഹവും താല്പര്യവും ഒക്കെ മാമയിൽ വളരെ മാതൃകാപരമായിരുന്നു. തീർച്ചയായിട്ടും താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് അമ്മാമ്മ ചേർക്കപ്പെട്ടിരിക്കുന്നല്ലോ. പ്രിയ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കുടുംബത്തെയും ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസാന കാലഘട്ടത്തിലും ഏറ്റവും അനുഗ്രഹകരമായി, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആ മാതാവിനെ കരുതുവാനും നോക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ സാധിച്ചത് ആ മക്കളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയ ജനിച്ചേച്ചി, സുല്ലച്ചാൻ, കുഞ്ഞുങ്ങൾ 3 പേര്, അതുപോലെ തന്നെ ജോജിച്ചാൻ കുടുംബം, ജെറിച്ചാൻ കുടുംബം, അവരെയൊക്കെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്നതായ ഫ്യൂണറൽ സർവീസിലൊക്കെ ദൈവത്തിന്റെ കൃപ ധാരാളമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഴിക്കാല സെന്റ് മേരീസ് CSI സഭയുടെയും എന്റെയും കുടുംബത്തിന്റെയും നാമത്തിലുള്ളതായ അനുശോചനങ്ങൾ, കണ്ടോളൻസസ് ഞാൻ അറിയിച്ചുകൊണ്ട് കുടുംബത്തെ ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ.